പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 9 ദിവസങ്ങൾ പൂർത്തിയാകുകയാണ്. ഇരുപക്ഷവും ആക്രമണവും പ്രത്യാക്രമണവുമായി കടുത്ത രീതിയിൽ രണ്ട് രാജ്യങ്ങളിലും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇസ്രായേലിൽ നിന്നും ഷൈനി ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അവസാന അപ്ഡേറ്റുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിനായിട്ട്. ചേച്ചി സ്വാഗതം. താങ്ക് യു. ഏറ്റവും അവസാനം ഇസ്രായേലിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ 9 ദിവസങ്ങളാണ് പിന്നിടുന്നത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം. എന്തൊക്കെയാണ് അവസാന അപ്ഡേറ്റുകൾ? ഇസ്രായേൽ ഇന്ന് സാബത്ത് ആചരിക്കുകയും കൂടിയാണ് അല്ലേ? അതെ, നമ്മുടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഗുഡ്നസ് ടി വിയുമായിട്ട് കാര്യങ്ങൾ പങ്കുവെച്ചതിന് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ആ 2 ദിവസത്തിനിടയിൽ 2-3 ദിവസത്തിനിടയിൽ ആദ്യത്തെ ഒരു ദിവസം കുറച്ച് സൈലൻ്റ് ആയിരുന്നു. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ 2 വലിയ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ അറ്റാക്കുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ 2 വലിയ അറ്റാക്കുകൾ, അതായത് ഓൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തുള്ള 2 അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു അറ്റാക്കിൽ നമ്മുടെ ഇസ്രായേലിലെ ബെർഷേവ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലിലെ ഒരു സർജിക്കൽ ബിൽഡിങ്ങിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നു. അതിലെ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു തലേദിവസമാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർക്ക് എന്തോ വിളി ഉണ്ടായെന്നാണ് പറയുന്നത്. അവരങ്ങനെയാണ് ന്യൂസിലും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയത്, അവർ പങ്കുവച്ചത്. ഒരു ഉൾവിളി ഉണ്ടായി, ഈ ഫ്ലോർ സേഫ് അല്ല, അവിടെ സേഫ്റ്റി റൂമുകൾ കുറവാണ്, അതുകൊണ്ട് അവിടുത്തെ രോഗികളെ എല്ലാം അവിടുന്ന് ഒഴിപ്പിക്കാമെന്ന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒറ്റ രാത്രി കൊണ്ട് 401 പേഷ്യൻസിനെ അവർ അവിടുന്ന് ആ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ -2 ബിൽഡിങ്ങിലേക്ക് മാറ്റി, കൂടുതൽ സേഫ്റ്റി റൂം സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ അവിടെ നിന്നുണ്ടായില്ലായിരുന്നെങ്കിൽ ഏകദേശം 400 പേരോളോ മരിക്കേണ്ട ഒരു അറ്റാക്കാണ് അവിടെ സംഭവിച്ചത്. അവിടെ ആളുകൾ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് ചെറിയ ചെറിയ നിസ്സാരമായ പരിക്കുകൾ പറ്റിയതല്ലാതെ, പിന്നെ ബിൽഡിങ്ങിന് വന്ന ഒരു പരിക്കല്ലാതെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതൊരു വലിയൊരു മിറാക്കിളായിട്ട് തന്നെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറിവ് കിട്ടിയതോ ആവാം, എങ്ങനെ വേണേലും ആവാം. പക്ഷേ എല്ലാവരും അതിനെ ഒരു മിറാക്കിളായിട്ടാണ് നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം ആ ഒരു സമയത്തെ അറ്റാക്ക് ഓൾ ഇസ്രായേൽ ടാർഗറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു അറ്റാക്കായിരുന്നു. അതിനുശേഷം ഇന്നലെ വെള്ളിയാഴ്ച, സാധാരണഗതിയിൽ ഇവിടെ ഈ ഒക്ടോബർ 7 തൊട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടുവരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ പകൽ സമയങ്ങളിൽ അങ്ങനെ വലിയ അറ്റാക്ക് അവർ നടത്താറില്ല. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ ഉള്ളതിൽ നിന്ന് വിപരീതമായി ഇന്നലെ ഉച്ച സമയത്ത് ഒരു ഓൾ ഇസ്രായേൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് വീണ്ടും ഉണ്ടായി. ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകളാണ് ആ സമയത്ത് വന്നത്. അത് ഹൈഫ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ ആക്രമണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈഫയിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായി. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ആ അപ്പാർട്ട്മെന്റ് empty ആയിരുന്നു, അതിനകത്ത് ആൾക്കാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായതിൻ്റെ ചീളുകൾ തെറിച്ച് വീഴുകയും അതുപോലെ തന്നെ മറ്റ് മിസൈലുകളുടെ മുകളിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് വീഴുമല്ലോ താഴെ, അങ്ങനെ വീണതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങുകൾക്കാണ് കൂടുതലും പരിക്ക്. ഇവിടെ ആളുകൾക്ക് അങ്ങനെ പരിക്ക് അധികം ഇല്ലെങ്കിലും ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കാണ് കൂടുതലും പരിക്ക് വരുന്നത്. ബിൽഡിങ്ങുകളൊക്കെ നാളെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ജീവനുകൾ അല്ല നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിലും എല്ലാം വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറവാണ്, മരണങ്ങൾ കുറവാണ്. എന്നിരുന്നാലും ഈ ഒരു ഡയറക്റ്റ് ഹിറ്റുകൾ ഉണ്ടാവുന്നത് വളരെ ചുരുക്കമായതുകൊണ്ടും ആദ്യമായതുകൊണ്ടുള്ളൊരു ഭീതി എല്ലാവർക്കും ഉണ്ട്. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ശേഷം വീണ്ടും വേറെ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള മിസൈലുകളൊക്കെയാണ് അവരിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. അവിടുന്ന് തൊടുത്ത് വിടുമ്പോൾ ജസ്റ്റ് ഒരെണ്ണമാണ്, ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ അത് പലതായിട്ട് മാറുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അപ്പം വ്യത്യസ്തമായ മിസൈലുകൾ അവിടുന്ന് തൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ആക്രമണം. ക്ലസ്റ്റർ മിസൈലുകളാണ് ഈ പറഞ്ഞത്. അത് അന്താരാഷ്ട്ര തലത്തിൽ അത് നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ക്ലസ്റ്റർ മിസൈലുകൾ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചെന്ന തരത്തിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അത് സത്യമായിരുന്നു അല്ലേ?
സത്യമായിരുന്നു. ആ ക്ലസ്റ്റർ മിസൈലുകൾ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അതിന്റെ ശബ്ദവും എല്ലാം. നമ്മളിങ്ങനെ ഈ സേഫ്റ്റി റൂമുകൾക്കുള്ളിൽ ഇരിക്കുമ്പോഴും പുറത്ത് പൊട്ടുന്നത് നമുക്ക് നന്നായിട്ട് കേൾക്കാം. അപ്പൊ ഈ ഇന്നലെ ഉച്ചയ്ക്ക് ഹൈഫയിൽ ഉണ്ടായ ആ ഒരു പൊട്ടല് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത ഒരു പൊട്ടൽ, അത്രയ്ക്കും നല്ല ശബ്ദത്തിലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ ആണ് പൊട്ടുന്നെന്നുള്ളൊരു ഒരു ഭീതിയാണ്. നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയും ശക്തിയുള്ള മിസൈലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ഇവരുടെ ഷബാത്ത്. നമ്മൾ സാബത്ത് എന്ന് പറയും, ഹിബ്രുവിൽ അതിനെ ഷബാത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഇവരുടെ ഷബാത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് രാത്രിയിലും പിന്നെ ശനിയാഴ്ച രാവിലെയൊക്കെയാണ് സാധാരണഗതിയിൽ അറ്റാക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് വെളുപ്പിന് 2:40 ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതും ഓൾ ഇസ്രായേൽ ടാർഗറ്റഡ് ആയിരുന്നു. പക്ഷെ ഹൈഫയിലേക്കൊന്നും അധികം വന്നില്ല. അതിനു മുമ്പ് അവർ ഇന്റർസെപ്റ്റ് ചെയ്തു. പക്ഷെ ഇത് ബെർഷേവ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെയും ഇന്ന് വെളുപ്പിനെ ഉണ്ടായ സ്ഥലങ്ങളിൽ ആ ഒരു ഇതിലും എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു. ഒന്നും താഴെ പതിച്ചില്ല. ഓൾമോസ്റ്റ് എല്ലാ മിസൈലുകളും തന്നെ ഇന്ന് വെളുപ്പിന് വന്നതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തു. അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഈ സമയം വരെ. പിന്നെ ഈ പകലൊന്നും ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി എപ്പോഴാ അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതാണ് ലേറ്റസ്റ്റ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇസ്രായേലിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 24 ആ ഒരു നമ്പറിലാണ് ഇപ്പോഴും മരിച്ചവരുടെ കണക്കുകൾ കിട്ടുന്നത്. ഏകദേശം 1500ഓളം പേർക്ക് പരിക്കുണ്ടെങ്കിലും ഏകദേശം 25ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇറാനിൽ ഒരു 400 ചില്ലാനും പേരുടെ കണക്കുകളും മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിൻ്റെ രീതി, ഇസ്രായേൽ ആക്രമിക്കുന്നത് ഇറാൻ്റെ മിലിറ്ററി ടാർഗറ്റ്സിലേക്കാണ്, ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ അതുമായി രീതിയിൽ ന്യൂക്ലിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്കാണ്. പക്ഷേ ഇറാൻ ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ ഒരു മിലിറ്ററി, ഇതുവരെയും ഇസ്രായേലിൻ്റെ മിലിറ്ററി ടാർഗറ്റ്സിലേക്ക് ഇറാൻ്റെ ഒരു മിസൈൽ പോലും പതിച്ചിട്ടില്ല. പക്ഷേ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട അത് ഹോസ്പിറ്റൽ, ആശുപത്രിയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. ഇന്നലെ നമ്മൾ അറിഞ്ഞത് അവിടെ ഒരു ഭവനത്തിലേക്ക്, അവിടെ സാബത്ത് മേശ ഒരുക്കി വെച്ചിരുന്നു, ആ ഒരു ഭവനത്തിലേക്ക് മിസൈൽ അറ്റാക്ക് ചെയ്ത ദൃശ്യങ്ങളെല്ലാം IDF ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സിവിലിയൻ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു യുദ്ധം ഇറാൻ നടത്തുന്നു എന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമുക്കെല്ലാവർക്കും അറിവുകൾ കിട്ടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്നെ ഇവിടുത്തെ ന്യൂസ് ചാനലുകളിലൂടെയും ഒക്കെയാണല്ലോ. ഇവിടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരവും, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മുടെ പ്രതിരോധ മന്ത്രി വന്നിട്ട് യുദ്ധത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് പറയാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും, ഇറാനിലെ ഓരോ സെന്ററുകളും ആക്രമിച്ചത് അദ്ദേഹം കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന അറിവുകൾ അനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും ആയുധ ശേഖരണങ്ങളും ഇതുപോലെയുള്ള നമ്മളെ മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രത്യേകിച്ച് ആക്രമിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെപ്പൺസ് ഒക്കെ നശിപ്പിക്കാനും അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കാനുമാണ്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ പ്ലാൻ ഇടുമ്പോൾ പോലും അതിന്റെ തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കണം എന്ന അറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് ആക്രമിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ സുരക്ഷാ ഇല്ലായ്മ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം മാത്രമാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. സിവിലിയൻസ് താമസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സിറ്റികളെയാണ് ഇത്തവണത്തെ ആക്രമണങ്ങളിലെല്ലാം കൂടുതലും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ പറയപ്പെടുന്ന സിറ്റികളിലൊന്നും ഈ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആർമിയുടെ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. ആളുകൾ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് പതിച്ചിട്ടാണ്. എന്നിട്ട് പോലും ഇത്രയും എന്താ പറയുക, ഈ വരുന്ന മിസൈലുകളെല്ലാം ഇവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സുരക്ഷാ സംവിധാനത്തിന്റെ വിജയമാണ്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ നോക്കിക്കാണണം. അവിടുന്ന് ഇങ്ങോട്ടുള്ള ആക്രമണത്തെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള ആക്രമണത്തെയും. ഈ ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആശുപത്രി അറ്റാക്കിന് ശേഷം ജനങ്ങളിൽ ഭീതിയുണ്ടോ ഇസ്രായേലിലെ? പ്രത്യേകിച്ച് 2 മലയാളികൾക്കൊക്കെ അതിൽ പരിക്കേറ്റിയിരുന്നു ആക്രമണത്തിൽ. അപ്പോൾ അതിനുശേഷം ജനങ്ങളിൽ അല്പം ഭീതി കൂടിയോ? എങ്ങനെയാണ്? ജനങ്ങൾക്ക് ഭീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഭീതി കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ജനവാസം സാധാരണ രീതിയിൽ തന്നെ പോകുന്നുണ്ട്.
ഇന്നലെയൊക്കെ ആണെങ്കിലും വെള്ളിയാഴ്ച ദിവസം സാധാരണ നമ്മുടെ ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റുകളെല്ലാം ഷബാത്തിന്റെ ഉള്ള ഒരുക്കമായിട്ട് ഓപ്പൺ മാർക്കറ്റുകളുണ്ട്. അങ്ങനെയുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ സജീവമായിരുന്നു. ആളുകളെല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഷബാത്തിന്റെ ഒരുക്കത്തിനൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാ മാർക്കറ്റുകളും തന്നെ ജനനിബിഡമായിരുന്നു. നമ്മൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഞങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്നും അങ്ങനെ ഓപ്പൺ മാർക്കറ്റുകൾ ഇല്ല. പക്ഷേ ഓപ്പൺ മാർക്കറ്റുകളുള്ള ഏരിയകളിൽ നിന്നൊക്കെ നമുക്ക് TV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ നമുക്ക് 24 hours എൻ്റെ എംപ്ലോയർ TV കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ TV ഓഫ് ആകുന്നേ ഇല്ല. അപ്പോൾ അപ് ടു ഡേറ്റ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഇതെന്താവും, എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എത്ര നാൾ എടുക്കും, ആ ഒരു വിഷമമാണ് എല്ലാവരും ഷെയർ ചെയ്ത് കേൾക്കുന്നത്. എത്ര നാൾ നമ്മളിങ്ങനെ ഈ ഒരു യുദ്ധഭീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ ഒരു ഭീതി അങ്ങനെ കൂടിയതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. പിന്നെ മലയാളികളുടെ പരിക്കിന്റെ കാര്യം പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതുവരെയും ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. എങ്ങും ഞാൻ അത് ഒരു ഡിസ്കഷനായിട്ടോ എവിടെയും കേട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും മലയാളികൾക്കിടയിലാണെങ്കിൽ പോലും ആ ഒരു നമ്മളില്ലേ ഈ 9 ദിവസത്തിൽ ആദ്യത്തെ ആ ഒരു 1-2 ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ഭീതി ഇപ്പൊ എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം എല്ലാവരും തന്നെ അതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആയി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവാക്വേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും നിർബന്ധിതമായ ഒഴിപ്പിക്കലല്ല. നിർബന്ധമായിട്ട് ഇവിടുന്ന് ആരും വിട്ടുപോകണമെന്ന് നമ്മളോട് ഇവിടുത്തെ ഗവൺമെന്റോ നമ്മുടെ ഗവൺമെന്റോ ആവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ ഇവിടെ പരക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ ഇന്ന് രാവിലെ ഇന്ത്യൻ എംബസി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, നമ്മൾ ഇവിടുന്ന് ആരെയും നിർബന്ധിച്ച് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്ക് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഒരുപാട് പേര് പോരുന്നുണ്ടോ? പോരാനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതലും ഇവിടെ നിന്ന് ജോലി നിർത്തി എക്സിറ്റ് ആയി നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഓൾറെഡി ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ടിക്കറ്റ് എടുത്തിരുന്ന സമയത്താണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരവസ്ഥ 1 മാസത്തിൽ കൂടുതലൊക്കെ അല്ലെങ്കിൽ അത്രയും കൂടുതലൊക്കെ ജോലി ഇല്ലാതെ ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ചിലവാണ്. നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കണം. അതുപോലെ തന്നെ ചില ആൾക്കാർ എംപ്ലോയർമാരുടെ വീടുകളിൽ തന്നെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എയർപോർട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്, അങ്ങനെ ജോലി ഇല്ലാതെ ഇവിടെ ഇരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നിർത്തി പോകാനായിട്ട് തീരുമാനിച്ചിരുന്ന ആൾക്കാരാണ് കൂടുതലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറിവിൽ. ആരും യുദ്ധത്തിനെ പേടിച്ചിട്ട് ഇവിടെ നിലവിലെ ജോലി തുടരാൻ സാഹചര്യമുള്ള ആരും പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അങ്ങനെ ആരും പോവുകയുമില്ല ഇവിടുന്ന്, അത് ഉറപ്പാണ്. പിന്നെ ലീവിന് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്ന ആൾക്കാരുണ്ട്. റീ എൻട്രി അടിച്ച് തിരിച്ചിവിടെ ഇറങ്ങാനുള്ള പെർമിഷനോടുകൂടി ടിക്കറ്റ് എടുത്തിരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു അവസരമാണ് അങ്ങോട്ട് പോകാന്. പിന്നെ അവരുടെ റീ എൻട്രി തീരുന്നതിന് മുമ്പ് എയർപോർട്ട് ഓപ്പൺ ആയാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറി വരാം. ഇനി അഥവാ എയർപോർട്ട് ഓപ്പൺ ആയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ റീ എൻട്രി പെർമിഷൻ പിന്നീട് ഇവിടുത്തെ ഗവൺമെന്റ് നീട്ടിക്കൊടുക്കും. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുറ്റമല്ലല്ലോ, എയർപോർട്ട് ക്ലോസ് ആയി കിടക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് വരാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ റീ എൻട്രി കിട്ടിയിട്ടുള്ളവർ ചിലർ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൂടുതലും ഇവിടെ സ്റ്റുഡൻസ്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവിടുത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ സമയത്ത് യൂണിവേഴ്സിറ്റി ഒക്കെ ക്ലോസ് ആണല്ലോ, അവർക്ക് പഠനമില്ല. അപ്പോൾ അവരും ഒക്കെ വെറുതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ അവർക്ക് പോയിട്ട് തിരിച്ച്, അവർക്ക് മൾട്ടിപ്പിൾ വിസ ഉള്ളവരുണ്ട്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റാഫുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ മൾട്ടിപ്പിൾ വിസയൊക്കെ ഉള്ളവർക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ യുദ്ധത്തിനെ പേടിച്ചിട്ട് ആരും തിരിച്ചു പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് നമ്മുടെ അറിവിൽ ഇതുവരെയും ഇല്ല. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഇതിനു മുമ്പ് ഹമാസുമായുള്ളൊരു യുദ്ധം തുടങ്ങിയതിന് ശേഷം എല്ലാം ഇസ്രായേൽ എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ഷൈനി ബാബു എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്, അതിലൂടെ എല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോഴും പല വീഡിയോസൊക്കെ വരുമ്പോഴും അതിൽ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് പേര് എതിർത്ത് പറയുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം? അതൊക്കെ ഹിഡൻ അജണ്ടയല്ലേ? നമ്മൾക്കിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആ സത്യം നമുക്ക് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു ഇന്നർ ധൈര്യം ഉണ്ടാവണം, ഒരു ഇന്നർ പീസ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം തൊട്ടേ ഈ ഒരു സൈബർ അറ്റാക്കും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ്
അതിന്റെ പേരിലുള്ള ട്രോളുകൾ, പരിഹാസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് 2019 തൊട്ട് നമ്മൾ കണ്ടുപോരുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ശീലമായി, കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ ഒരു ഹൈസ്കൂൾ കാലം തൊട്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരുപാട് ആക്ടിവിറ്റീസിൽ നമ്മുടെ സ്കൂളിന്റെ ആയാലും സൺഡേ സ്കൂളിന്റെ ആയാലും യുവദീപ്തിയുടെ ആണെങ്കിലും നാട്ടിൽ അങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലി ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഒരു ബേസിക് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അന്ന് തൊട്ടേ ഇത് ശീലമാണ് എനിക്ക്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ ഇസ്രായേലിൽ വന്നതിന് ശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവായത്. 2019 തൊട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ കാരണം തന്നെ ഇവിടെയുള്ള മലയാളികൾക്ക് ഹീബ്രു ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഹീബ്രു ലേണിംഗ് ചാനലായിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് അതൊരു അവിയൽ പരുവായിപ്പോയി. ഞാനത് എല്ലാ വിഷയങ്ങളും അതിനകത്ത് കൊണ്ടുവന്ന് ഇൻഫർമേഷൻ ആയിട്ടും അല്ലെങ്കിൽ പ്രതികരണ വീഡിയോകളായിട്ടാണെങ്കിലും ബോത്ത് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് രണ്ടും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അന്ന് തൊട്ടേ ഉള്ളതാണ് പരിഹാസങ്ങളും നെഗറ്റീവ് കമന്റ്സും ഒക്കെ. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളോട് എല്ലാവരും യോജിക്കണമെന്ന് വാശി പിടിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അതിൽ എതിരഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അവരെന്നോട് ഓപ്പൺ ആയിട്ട് പങ്കുവയ്ക്കാറുണ്ട്. നമ്മൾ വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്, ഡിബേറ്റുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ചില കമന്റുകൾ മാത്രം മറുപടി അർഹിക്കുന്നതാണെന്ന് തോന്നിയാൽ ഞാൻ ഇരുന്ന് മറുപടി കൊടുക്കും. അല്ലാത്തതെല്ലാം ജസ്റ്റ് വായിച്ചു വിട്ട് ഒരു ലവ് ചിഹ്നം കൊടുത്ത് വിടുകയുള്ളൂ. ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോകാറില്ല. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 7 യുദ്ധത്തിനല്ല, അതിനു മുമ്പ് 2021 നമ്മുടെ ഇസ്രായേലില് ഒരു മലയാളി സൗമ്യ, ഞാൻ കെയർടേക്കറായിട്ട് ജോലി ചെയ്തിരുന്ന സൗമ്യ എന്ന് പറയുന്ന സഹോദരി മരിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇസ്രായേൽ മലയാളികൾക്ക് എല്ലാവർക്കും അന്നാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇസ്രായേൽ മലയാളികളോടുള്ള ഒരു വിവേചനം ഫീൽ ചെയ്ത് തുടങ്ങിയത്. ആ സഹോദരി മരിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം ആദരാഞ്ജലികൾ എന്ന് പോസ്റ്റ് ഇട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരുത്തി എഴുതേണ്ട അവസ്ഥയൊക്കെ വരികയുണ്ടായി. ആ സമയത്തൊക്കെ ചില പ്രമുഖ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസ് ആ സമയത്ത് സൗമ്യയെ ഒരു അറ്റാക്കിൽ മരിച്ച ഒരു മലയാളി യുവതി എന്ന് പറഞ്ഞപ്പോൾ, അതേസമയം പാലസ്തീനില് ഇസ്രായേലിന്റെ ഷെല്ലാക്രമണത്തിൽ അല്ലെങ്കിൽ ബോംബാക്രമണത്തിൽ മരിച്ച അവിടുത്തെ ഒരു നേഴ്സിനെ മാലാഖ എന്നും വിശേഷിപ്പിച്ച് ഒരേ കോളത്തിൽ വന്ന വാർത്തകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ അവിടെ മരിക്കുന്ന എന്താ പറയുക, നേഴ്സുമാരും മാലാഖമാരും ഇവിടെ മരിക്കുന്ന ഒരു ജസ്റ്റ് മലയാളി യുവതിയും, അത് ഞങ്ങളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോവാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സന്ദർശിക്കാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കൊച്ചിന്റെ മൃതദേഹം ഒന്ന് ഏറ്റുവാങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ആരുടെയും ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. അതേസമയം ഇസ്രായേലിന്റെ ഒഫീഷ്യൽ അവിടെ വന്ന് ആ മൃതദേഹത്തെ അനുഗമിച്ച് അവിടെ വന്ന് അവരുടെ കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അതിനുശേഷം സൗമ്യയുടെ കുട്ടിക്ക് ആജീവനാന്തകാലം ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അതിപ്പോഴും കിട്ടുന്നുണ്ട്. അവർ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. അപ്പം അതൊക്കെ എന്താ പറയുക, ഇസ്രായേൽ ഗവൺമെന്റിനെയും നമ്മുടെ കേരള ഗവൺമെന്റിനെയും തമ്മിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൂടുതൽ സുരക്ഷ, എവിടെയാണ് നമ്മൾ കൂടുതൽ സുരക്ഷിതരായി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ. ആ സമയത്തൊക്കെ ഞങ്ങൾ ഞാൻ മാത്രമല്ല, ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് അതിനുവേണ്ടി പ്രതികരിക്കുകയുണ്ടായി. അതിന്റെ പേരിൽ നമ്മളുടെ വീഡിയോകളുടെയൊക്കെ താഴെ വന്നിട്ട് ഒരുപാട് അസഭ്യങ്ങൾ പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മുതലേ ഞങ്ങളെ ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട്, ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ പേരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, താഴെ വന്നിട്ട് പറയുന്നത് സയനിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകുന്നവർ അല്ലെങ്കിൽ ജൂതന്റെ കക്കൂസ് കഴുകുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട്. നമുക്ക് അതിനകത്തൊന്നും ഒരു എന്താ പറയാ, ഒരു ഇത്തിരി പോലും വിഷമം തോന്നാറുണ്ട് ചില സമയത്ത്. ഇത്രയ്ക്കും ബുദ്ധിഹീനരായി പോയല്ലോ നമ്മുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്നൊക്കെ. പക്ഷെ അല്ലാതെ നമുക്ക് അവരോട് ആരോടും ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പൊതുവെ ഇസ്രായേൽ മലയാളികളോടുള്ള ആ ഒരു വിവേചനം നമുക്ക് ഓരോ യുദ്ധം വരുമ്പോഴും നമ്മളത് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10,000-ന് മേലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എത്രയോ കോടികളാണ് ഓരോ മാസവും ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിൻ്റെയൊക്കെ നികുതിയൊക്കെ അനുഭവിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും നമ്മളെപ്പോലുള്ളവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ അവരുടെ വ്യക്തിത്വം, നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അതിപ്പോൾ എൻ്റെ ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരാളുടെ മാത്രം അഭിപ്രായമല്ല. ഇസ്രായേൽ മലയാളികളിൽ എൻ്റെ അതേ അഭിപ്രായമുള്ള എല്ലാവരുടെയും ശബ്ദമായിട്ടാണ് ഞാൻ പറയുന്നത്. എതിരഭിപ്രായമുള്ളവരുണ്ടാവാം. ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട്
ഇതിനെതിരായിട്ട് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന അല്ലെങ്കിൽ ഈ അഭിപ്രായം പറയാനുള്ളവരുടെ ശബ്ദമായിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. അതിപ്പോൾ ഗുഡ്നസ് TV-യിൽ മാത്രമല്ല, ഈ ഒക്ടോബർ 7 തൊട്ടുള്ള യുദ്ധത്തിന്റെ സമയത്തൊക്കെ പല ചാനലുകാരും വിളിക്കുമ്പോൾ ഞാൻ സഹകരിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരുമാതിരിപ്പെട്ട ഒരു ചാനലുകാരോട് സഹകരിക്കാൻ പോകാത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, അവർക്ക് വേണ്ടത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ നാവിൽ നിന്ന് കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോട് ഇപ്പൊ സഹകരിക്കാറില്ല. വളരെ ചുരുക്കം 2-3 ചാനലുകളോട് മാത്രമേ ഞാൻ സഹകരിക്കാറുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് പ്രതികരിക്കാനും പങ്കുവയ്ക്കാനുമുള്ള പ്ലാറ്റ്ഫോം നമുക്ക് തന്നെ ഉണ്ടല്ലോ. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നു. അത് ഇതുവരെ ചെയ്തത് ഇനിയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതിപ്പോ എന്ത് ഭീഷണി വന്നാലും എന്ത് പരിഹാസം വന്നാലും നമ്മൾ എപ്പോഴും നമ്മളായിട്ട് തന്നെ തുടരും. തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അന്ന് സൗമ്യയുടെ മരണത്തിൽ, കേരളത്തിൻ്റെ ഒരു മകളുടെ മരണത്തിൽ ഇസ്രായേൽ സർക്കാർ അന്ന് കാണിച്ച ആദരവും സ്നേഹവുമെല്ലാം നമ്മുടെ സൗമ്യയുടെ വീട് വരെ എത്തിയതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതും വലിയ രീതിയിൽ, വളരെ കുറച്ച് ആളുകളുടെ ഭാഗത്തു നിന്നെങ്കിലും വലിയ പ്രതിഷേധം വന്നെങ്കിലും അതിനൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഒരു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രൈസ്തവ മാധ്യമങ്ങളിൽ, ഇപ്പോൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ, ക്രൈസ്തവ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് നേരെ ഒരുപാട് ആ സൈബർ രീതിയിൽ അധിക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ. പ്രത്യേകിച്ച് ക്രൈസ്തവരും ജൂതന്മാരും തമ്മിലുള്ള ഒരു പ്രശ്നം, അതായത് ക്രൈസ്തവരെ കാണുമ്പോൾ ജൂതന്മാർക്ക് അറപ്പാണ്, അവരെ ചവിട്ടി പുറത്താക്കും, കൈകൊണ്ട് പോലും തൊടില്ല, കാലുകൊണ്ട് ചവിട്ടും അല്ലെങ്കിൽ മാറി നിൽക്കും. ഇത്തരത്തിൽ വളരെ വിദ്വേഷപരമായ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ജൂതന്മാരെ നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇതിലൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാമല്ലോ. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. സൗമ്യയുടെ മരണം മാത്രമല്ല, അതിനുശേഷം നമ്മുടെ ഈ ഒക്ടോബർ 7 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇവിടെ ഈ അഗ്രികൾച്ചറിലേക്ക് ആൾക്കാർ വന്നപ്പോൾ അഗ്രികൾച്ചറൽ മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് വന്ന കൊല്ലം സ്വദേശിയായ പാറ്റ്നിബിൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. ആ സഹോദരൻ മരിച്ചപ്പോഴാണെങ്കിൽ പോലും ഇതേപോലെ തന്നെയായിരുന്നു. ഒരു ആദരാഞ്ജലികൾ പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ആരും ആ സഹോദരൻ നമ്മുടെ സൗമ്യയോട് എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ തന്നെയായിരുന്നു പാറ്റ്നിബിന്റെ മരണത്തിനോടും നമ്മുടെ സർക്കാർ അവജ്ഞ കാണിച്ചത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, പറയുമ്പോൾ നമ്മളെല്ലാം എടുത്തു പറയണവരാ. പിന്നെ ഈ ഒരു ക്രിസ്ത്യാനികളും യഹൂദന്മാരും കൂടി ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് നല്ല ആൾക്കാരും അല്ലാത്ത ചീത്ത ആൾക്കാരും, അല്ലെ, അല്ലെങ്കിൽ നല്ല ആൾക്കാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ജൂതന്മാരും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഓർത്തഡോക്സ് ജൂവിഷ് ഉണ്ട്, ഭയങ്കര യാഥാസ്ഥിതികരായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കഠിന വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാരുണ്ട്. യഹൂദന്മാരിൽ തന്നെ പല ഗോത്ര വിഭാഗങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഭയങ്കര ഹൈ ലെവലായിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാർക്ക് അവർക്ക് എപ്പോഴും അവരുടെ മതം മാത്രമാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ അത് മാത്രമാണ്, അതിൽ മുറുകി പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ മജോറിറ്റി ആൾക്കാരും സാധാരണ ജൂതന്മാരാണ്. ഈ വലിയ ഹൈ ലെവലിലുള്ള ജൂതന്മാരെ ഒന്നും നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ അവരുമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതും സാധാരണക്കാരായിട്ടുള്ള ജൂതന്മാരാണ്. അവർ ജൂതന്മാരാണെന്ന് അവകാശപ്പെടുമ്പോഴും എന്താ പറയുക, ഈ ഷബാത്ത് പോലെയുള്ള കാര്യങ്ങൾ പോലും അത്ര കഠിനമായിട്ട് ആചരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. വൈകുന്നേരം അവർ തിരികെത്തിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെയുള്ള ആൾക്കാർ സ്ഥിരമായി സിനഗോഗിൽ പോവുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർ എപ്പോഴും ജൂതന്മാരായിട്ട് തന്നെയാണ് അവർ പറയാൻ അവകാശപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് മജോറിറ്റി ജൂതന്മാരും ഒരിക്കലും ക്രിസ്ത്യാനികളോട് വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന ആൾക്കാരല്ല. ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നത് ജൂതന്മാരുടെ വീടുകളിലാണ്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അറബിക് ഫാമിലികളിൽ ജോലി ചെയ്യുന്നവർ. ഇവിടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടുതലും ജോലി ചെയ്യുന്നത് ജൂതന്മാരുടെ വീടുകളിലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഇസ്രായേൽക്കാരും ഉണ്ട്. അത് വളരെ കുറവാണ്. ടോട്ടലി നമ്മൾ നോക്കിയാൽ ഇവിടെ മജോറിറ്റി ജൂതന്മാർ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ജൂതന്മാരുടെ വീടുകളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നല്ല ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമ്മളോടുള്ള പെരുമാറ്റത്തിൽ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചില വീടുകളിലൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ കൊന്ത ചൊല്ലുന്നത് കാണുമ്പോഴോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കഠിന വിശ്വാസികളായിട്ടുള്ള ഒത്തിരി പ്രായമുള്ള ആൾക്കാർ, അമ്മച്ചിമാർക്കൊക്കെ അവരെ ഒന്നും ഈ പ്രായത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ മനസ്സ് മാറ്റാനോ ഒന്നും പറ്റിയ പ്രായത്തിലൊന്നുമല്ല അവർ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ പാതയിൽ നമ്മൾ പോവുക, നമുക്ക് കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക, ക്ഷമിക്കുക, സഹിക്കുക, അത്രയും മാത്രം. എന്ന് വെച്ച് മജോറിറ്റി ജൂതന്മാരും ക്രിസ്ത്യാനികളോട് ഒരു വെറുപ്പും ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങളിവിടെ അത്രയും ഫ്രീഡത്തിലാണ് ഇവിടെ നമുക്ക് പള്ളികളുണ്ട്, ഞങ്ങൾക്ക് കുർബാന കൂട്ടായ്മകളുണ്ട്,
പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. വൈകുന്നേരങ്ങൾ സമയങ്ങളിൽ വാട്സപ്പിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, കൊന്ത ചൊല്ലുന്ന ആൾക്കാരുണ്ട്. എല്ലാ ആഴ്ചയിലും 2 ദിവസം നമുക്ക് ടെലവീവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് രണ്ട് തവണ മലയാളം കുർബാനയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നസ്രത്ത് ഏരിയകളിലൊക്കെ ഞങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലും മലയാളം കുർബാനയുണ്ട്. നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെയുണ്ട്. ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. എന്ത് ആഘോഷം വന്നാലും അത് ഓപ്പൺ ആയിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരുപാട് മലയാളികൾ ഒരുമിച്ച് കൂടിയാണ്. അതുപോലെ തന്നെ പെരുന്നാളുകൾ, ഓരോ വിശുദ്ധന്മാരുടെയും പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമുക്കിവിടെ ഇന്ത്യൻ ചാപ്ലിയൻസി ഉണ്ട്. അത് ആ ചാപ്ലിയൻസിയുടെ കീഴിൽ പല കമ്മ്യൂണിറ്റികളാണ്. ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റികളാണ്. ഈ ഓരോ കമ്മ്യൂണിറ്റികളും ഓരോ സെയിന്റിന്റെ പേരിലാണ്. നമ്മുടെ നാട്ടിലെ ഇടവക സംവിധാനം പോലെയാണ്, ഓരോ ഇടവക പോലെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നസ്രത്തില് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഞങ്ങളുടെ സെയിന്റ് കുറവലങ്ങാട് മുത്തിയമ്മയാണ്. കുറവലങ്ങാട് മുത്തിയമ്മയുടെ ഒരു തിരുസ്വരൂപം നമ്മളിവിടെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ അത്ഭുതമാണ്, മാതാവിന്റെ പ്രത്യക്ഷീകരണമാണ് കുറവലങ്ങാടെ പ്രത്യക്ഷീകരണം. അപ്പൊ ആ ഒരു രൂപം നമ്മൾ ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠിക്കുകയും അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അന്ന് മുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി, നസ്രത്തിലെ കമ്മ്യൂണിറ്റി നസ്രത്ത് മുത്തിയമ്മയുടെ പേരിലാണ്. എല്ലാ വർഷവും മുത്തിയമ്മയുടെ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ അറിയാം. നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ പെരുന്നാൾ നടത്തുന്നത് അതേപോലെയാണ് നമ്മൾ പെരുന്നാൾ നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, അതിപ്പോൾ ജെറുസലേമിലാണെങ്കിൽ അൽഫോൻസാമയുടെ തിരുനാൾ നടത്തും, ടെലവീവിലാണെങ്കിൽ അന്തോണിസ് പുണ്യാളന്റെ പെരുന്നാൾ നടത്തും, ജൂദാസ്ലിഹയുടെ പെരുന്നാൾ നടത്തും. ഓരോ കമ്മ്യൂണിറ്റിയുടെയും കീഴിലുള്ള അവരുടെ പെരുന്നാളുകൾ, അതുപോലെ തന്നെ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വലിയ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എല്ലാ ആഘോഷങ്ങളോടും കൂടി, അത് എല്ലാ സ്ഥലത്തും ജെറുസലേമില് ടെലവീവില് എവിടെയൊക്കെ ആഘോഷിക്കാവോ അവിടെയൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റികൾ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കിവിടെ അതിന് സ്വാതന്ത്ര്യമില്ലെന്നാണോ? അല്ലല്ലോ. ഇതിനെല്ലാം ഉള്ള നമുക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുണ്ട്, ആഘോഷ സ്വാതന്ത്ര്യമുണ്ട്, എന്തിനോടെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നല്ല സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. പിന്നെ വളരെ ചുരുക്കം ആൾക്കാർ ഇങ്ങനെ മോശമായിട്ട് നമ്മളുടെ പ്രാർത്ഥനകൾ ഇഷ്ടമില്ലാത്തവരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഇഷ്ടമില്ലാത്തവരും ആൾക്കാരുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്, ജെറുസലേമിൽ ഒരു സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് ഒരു കൊറിയൻ സ്ത്രീ സുവിശേഷം പ്രസംഗിക്കുന്നു. ഓപ്പൺ ആയിട്ട് നമ്മുടെ മൈക്രോഫോൺ വെച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ, അവർ ഈ സിനഗോഗിൽ നിന്ന് പഠിച്ചിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കൊച്ചു കുട്ടികൾ ആ സ്ത്രീയെ വന്നിട്ട് ചീത്ത പറയുകയും അവരെ ഉപദ്രവിക്കാൻ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഒരുപാട് കഠിന വിശ്വാസികളായിട്ടുള്ള ജൂതന്മാർക്ക് ഈ മറ്റുള്ള മതങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, വ്യക്തമാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പറയുന്നവർ ഒരുപക്ഷെ തീവ്ര മുസ്ലിം രാജ്യങ്ങളായിരിക്കാം. പിന്നെ ഭാരതത്തിൽ ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നുണ്ടാവാം. പക്ഷേ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറാനിലെ ഒരു ഭൂരിഭാഗം ജനങ്ങളും ഇസ്രായേലിനൊപ്പമാണ്. ഒരുപക്ഷെ അവരും ഒരു ഭരണമാറ്റം ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ഇറാനിയൻ പൗരൻ്റെ ഒരു വീഡിയോ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പടരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വാസ്തവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു ഇറാന്റെ അവസ്ഥയല്ല ഇന്നത്തെ ഇറാനിന്റെ അവസ്ഥ. കാരണം ഹിജാബ് ഹിജാബിന്റെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവിടെയുള്ള സ്ത്രീകളും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള ആൾക്കാർ തന്നെ അവിടുത്തെ ഭരണകൂടത്തെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം മാറണം എന്ന് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഈ കഥകളൊന്നും അറിയാതെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആ ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ തീവ്ര മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ അടുത്തിടയ്ക്ക് ഇന്നലെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇറാനിലെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് പങ്കുവച്ച ഒരു വീഡിയോ. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബോധന ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ളൊരു സന്ദേശമായിട്ട് വളരെ ബ്രേവായിട്ട് ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, 46 വർഷമായിട്ട് ഞങ്ങൾ ഇറാനിയൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് 1 വർഷം താമസിക്കൂ, എന്നിട്ട് നിങ്ങൾ ആദ്യം യു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. വളരെ നാണക്കേടാണ് നമുക്ക് മലയാളികൾക്ക് പൊതുവെ നാണക്കേടാണ്. ഒരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയോട് വേറൊരു രാഷ്ട്രത്തിലെ ഒരു പൗരൻ പറയുവാണ് യു ഗോ ആൻഡ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മലയാളികളായിട്ടുള്ള ഓരോരുത്തർക്കും അത് നാണക്കേടാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ തീവ്ര
തീവ്രവാദി സംഘടനകളുടെ ഓരോ നേതാക്കന്മാരെയും കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ സാധാരണക്കാരായിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും അവിടുത്തെ ഭരണകൂടം മാറണമെന്നും അവിടുത്തെ ഭരണവ്യവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശരിക്കും ഇറാനിൽ എന്താ സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടം എന്താണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഒന്നും എത്ര പേർക്ക് അറിയാം? ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും അറിയാവോ? എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ പുതിയ തലമുറകളായിട്ടുള്ള ആൾക്കാർ ഈ എന്താ പറയുക, രാഷ്ട്രീയത്തെ പിന്തുണച്ച് ഇറങ്ങി നടക്കുന്നവരെല്ലാം അതിന് ജയ് വിളിച്ച് അല്ലെങ്കിൽ തീവ്രവാദത്തിന് ജയ് വിളിച്ച് അല്ലെങ്കിൽ ഇസ്രായേല് ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പ്രതികരണവുമായിട്ട് തെരുവിലിറങ്ങി. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണോ? നമ്മുടെ യുവജനങ്ങൾ പോലും ഈ ചരിത്രം പഠിക്കാതെയും അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കാതെയും ഈ കാര്യങ്ങളുടെ വ്യക്തതയില്ലായ്മയും അതൊക്കെ വെച്ചിട്ടാണ് ഈ തെരുവിലിറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത്. എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ യുവാക്കളോടും യുവജനങ്ങളോടും പറയേണ്ട അവസ്ഥയാണ്. യു ഗോ ആൻഡ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു കാര്യം തന്നെ നമ്മൾ ഓർത്താൽ മതി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പേർഷ്യയിൽ പോകാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനമാണ്. അല്ലെങ്കിൽ പേർഷ്യയിലാണ് ജോലി, പേർഷ്യയിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനത്തോടും ആദരവോടും കൂടി നോക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നത്തെ പേർഷ്യ ഇന്നത്തെ ഇറാൻ ആയപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഇറാനിലേക്ക് പോകുക എന്ന് പറയാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. ഒരുപക്ഷെ അങ്ങനെ പോകുന്നില്ല, അങ്ങനെ പോകുന്നവരെ വലിയ ആദരവോടെ കാണുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പേർഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് ഇറാൻ എന്ന് പറയുന്ന ഈ ഒരു മതരാഷ്ട്രമായിട്ട് അതമ്പതിച്ച ഒരു ചരിത്രം തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു രാജ്യം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ഈ ലോകത്തിന് നൽകുന്ന ഒരു എത്രത്തോളം സംഭാവനകളാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും ഒരുപക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ പൗരന്മാരുടെ കൈകളിലൂടെ പോയതാണ്, ഒരുപക്ഷെ വാട്സപ്പ് അടക്കമെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്ത ഒരു രാജ്യത്തെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മുടെ നേതാക്കൾ തള്ളിപ്പറയുമ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇത് എത്രത്തോളം താഴേക്ക് പോയിട്ടാണ് അധപതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, മൊസാദിനെ കുറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഇപ്പോൾ ഇറാനിലെ പോലും ഇസ്രായേൽ അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ സഹദ് എന്ന് പറയുന്ന ഒരു മേധാവിയെ, അവിടുത്തെ സൈനിക മേധാവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഒരു ഡ്രോൺ ആക്രമണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വെച്ചാണ്. അത്തരത്തിൽ പോയിൻ്റഡായിട്ട് അദ്ദേഹമായിരുന്നു ഹമാസ് ആയിട്ടുള്ള യുദ്ധത്തിലും ഹമാസിന് ഈ പറഞ്ഞ പോലെ ആയുധങ്ങളൊക്കെ നൽകുന്നതിലൊക്കെ ആ ഒരു കമാൻഡിൻ്റെ മേധാവിയും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്തരത്തിലൊരാളെ ഇസ്രായേൽ ഇന്ന് വധിച്ചിട്ടുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ആളുകളെ, അതായത് ആരൊക്കെയാണോ പ്രശ്നം അവരെ മാത്രം നോക്കി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു ഇസ്രായേലിനെ നമ്മൾ കാണുന്നുണ്ട്. മൊസാദിൻ്റെ ആ ഒരു കൃത്യത നമുക്ക് ഈ യുദ്ധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക്, ഇസ്രായേൽ ജനങ്ങൾക്ക് മൊസാദിലുള്ള ഒരു വിശ്വാസം അത് എങ്ങനെയാണ് അവർ പറയുന്നത്? ഇന്ന് കൊലപ്പെടുത്തിയ ആ ഒരു നേതാവ് ശരിക്കും നമ്മുടെ ഒക്ടോബർ 7 ഹമാസിന്റെ തീവ്രവാദികളെ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു നുഴഞ്ഞുകയറ്റത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രോജക്റ്റിൽ സഹായിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നും കൂടിയാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസിലും നമ്മൾ കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അതൊരു കൃത്യമായ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഏറ്റവും മുതിർന്ന നേതാക്കളിൽ നിന്ന് നമ്മുടെ സിൻവാർ തൊട്ട് ഇങ്ങനെ ഓരോ ലിസ്റ്റും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഈ ഒക്ടോബർ 7 പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന് ചുക്കാൻ പിടിച്ച ഓരോരുത്തരെയുമാണ് അവർ ആ ഒരു ലിസ്റ്റ് പ്രകാരം വധിച്ച് വരുന്നത്. അപ്പൊ കൃത്യമായി അവർ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ ആ ഇപ്പോൾ ഒരു കുറേ നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തായിരിക്കും അവരിരിക്കുന്നത്. ആ ഒരു ഭാഗം മാത്രമാണ് ഒരു ഡ്രോൺ ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മിസൈൽ ഉപയോഗിച്ചാണെങ്കിലും അത്രയും ഭാഗം മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്. ആ ബാക്കിയുള്ള ബിൽഡിങ്ങിന് വേറെ ഒരു സ്ഥലത്തും ഒരു കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസൂയോടുകൂടിയാണ് അല്ലെങ്കിൽ ഭയങ്കര അതിശയത്തോടു കൂടിയാണ് ഇവരുടെ ആ ഒരു ആക്ഷനെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നെ മൊസാദിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല, ഉള്ളതുപോലെ പറയണമല്ലോ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും ഓരോ കാര്യം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. ഇങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ മതി, അവർ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇവിടെ കൂടുതലും. ഞാനിവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഇസ്രായേലുകളുമായിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ
അവർക്ക് പോലും, ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർക്ക് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും രഹസ്യ സ്വഭാവമുള്ള ഒരു സംഭവമാണ് ഈ മൊസാദ് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽക്കാർക്ക് പോലും ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കേട്ടോ, പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ വളരെ പരാജയമാണ്. പക്ഷേ പിന്നെ മൊസാദിന്റെ ഇവിടെയുള്ള കണ്ടിന്യൂ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് മൊസാദിനോടുള്ള ആ മൊസാദിനെ നോക്കി കാണുന്ന രീതിയിലും, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു വിശ്വാസവും അത് ഭയങ്കരമാണ്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. അത് അവർ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്. കാരണം അതിൻ്റെ പ്രവർത്തികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ആ ഒരു സൈനിക മേധാവിയെ തന്നെ അത് വധിക്കുമ്പോൾ, ഇത്രത്തോളം സൈനിക മേധാവിമാരെ വധിച്ച് ഇത്ര ദിവസങ്ങളിൽ 9 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഈ 9 ദിവസത്തിനുള്ളിൽ എത്രയോ കമാൻഡർമാരാണ് ഇറാൻ്റെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ഇപ്പോഴും ഒരു കമാൻഡറെ സംരക്ഷിക്കാൻ ഇറാന് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ആ ഒരു വീഴ്ച, അല്ലെങ്കിൽ ആ ഒരു കുറവ് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നതാണ് ഇന്ന് നടന്ന ഈ ഒരു ആക്രമണം അടക്കം. അദ്ദേഹം സ്വന്തം കാറിൽ സഞ്ചരിക്കവെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അപ്പോൾ മൊസാദ് ഇവർക്കൊക്കെ എത്ര അടുത്താണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇറാനിൽ വെച്ച് ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഇവരുടെയൊക്കെ എത്ര അടുത്താണ്. എനിക്കൊരു മുൻ ഇൻ്റലിജൻസ് മേധാവി ഇറാൻ്റെ അദ്ദേഹം ഖമേനിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ ചെവികളെക്കാളൊക്കെ അടുത്താണ് നമ്മുടെ മൊസാദ് നമുക്ക് എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം നെതന്യാഹു ആണ്. ഇറാൻ്റെ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഖമേനിയെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ആശുപത്രിയിൽ ആ ഒരു ആക്രമണത്തിന് ശേഷം പോലും നെതന്യാഹുവിന് അദ്ദേഹത്തെ അവിടെ ആ ഒരു സൈറ്റിൽ കാണുകയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് സന്ദേശം നൽകുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ, നെതന്യാഹു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു സമയത്തൊക്കെ ഈ 80 ദിവസത്തിനുള്ളിൽ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് നെതന്യാഹു ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി ഏതൻസിൽ ഒളിച്ചോടിയിരിക്കുകയാണെന്ന്. ആ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം, നമ്മളത് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടക്കേണ്ട ദിവസമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ടെലവീവില് റമാത് ഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, റഖോവത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം ബാത്തിയാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ പോയി ഡയറക്റ്റ് പോയി ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ടപ്പോഴും അവിടെയും ചെന്ന് അദ്ദേഹം അതിനെല്ലാം നോക്കി നിരീക്ഷിച്ച് വളരെ പബ്ലിക്കായിട്ട് വന്ന് അദ്ദേഹം എല്ലാം പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇറാന്റെ നേതാവിനെ നമ്മൾ കാണാൻ പോലുമില്ല. അദ്ദേഹം എവിടെയാന്ന് പോലും അറിയത്തില്ല ശരിക്കും. അപ്പൊ ആരാണ് എന്താ പറയാ ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് പേടിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ കളിയാക്കി പറയുന്നവരും അല്ലെങ്കിൽ ഈ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടുന്നവർക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാം ആരാണ് പേടിച്ചിരിക്കുന്നത്, ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ. പിന്നെ ഇത് നമ്മളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ഏതെങ്കിലും രീതിയിൽ പുറത്തു കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി വിടുന്നു, അത്രേ ഉള്ളൂ. ചീറിപ്പായുന്ന മിസൈലുകൾക്കിടയിലും തങ്ങളുടെ നേതാവിനെ, തങ്ങളുടെ പ്രധാനമന്ത്രി അവർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അതൊട്ടും ചെറുതല്ല, നമുക്കറിയാം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ ഈ ഇന്റർവ്യൂ പറയോ, കണ്ടിന്യൂ. തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞാണ്, എല്ലാ രാജ്യത്തും ഭരണപക്ഷവും ഉണ്ട്, പ്രതിപക്ഷവും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അദ്ദേഹത്തെ ഈ ഭരണ കസേരയിൽ നിന്ന് മാറ്റണമെന്ന് ഒരു നല്ല ശതമാനം ആൾക്കാർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്, പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്, നല്ലൊരു ശതമാനം ആൾക്കാർ. എന്നിട്ട് പോലും ഇത്രയും ഈ ഒരു സംഘർഷാവസ്ഥയിൽ ഇതെല്ലാം സഹിച്ച് പിടിച്ചു നിന്ന് ഇതിൽ നിന്ന് പിന്മാറാതെ ഈ യുദ്ധം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ആ ഒരു അർപ്പണ ബോധവും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഒരു പക്ഷേ ഈ യുദ്ധമൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് മാറ്റമൊക്കെ വരുമായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ഭരണത്തിൽ നിന്ന് മാറുമായിരിക്കും, നമുക്കിതൊന്നും അറിയത്തില്ല നാളെ എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഏറ്റെടുത്ത ദൗത്യം അത് എന്താണെങ്കിലും പൂർത്തിയാക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും എന്താ പറയുക എതിർപ്പും അല്ലെങ്കിൽ കളിയാക്കലും ഒക്കെ ഉണ്ടായിട്ടും എവിടെയും പോയി ഒളിച്ചിരിക്കാതെ പബ്ലിക്കിലേക്ക് തന്നെ വന്ന് തന്റെ ആളുകളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ഈ ആളുകളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നത്. നമുക്കറിയാം ഈ ബന്ദികളെ ഇപ്പോഴും ഇനി 55 ബന്ദികളെയാണ് നമുക്ക് വിട്ട് കിട്ടാനുള്ളത്. ഈ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ആ ഒരു ഡീല് വെക്കാത്തത് നെതന്യാഹു ആണ്. നെതന്യാഹു മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട്. ഈ ബന്ദികളായിട്ടുള്ള കുടുംബങ്ങളുടെ എല്ലാം
സങ്കടങ്ങൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ അദ്ദേഹം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എത്രയോ പേര് ടി വിയിലാണെങ്കിലും ന്യൂസിൽ വന്നിട്ടാണെങ്കിലും അല്ലാതെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ ഒരുപാട് മോശമായിട്ട് പറയുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തളർന്നു പോകേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു. എന്നിട്ടും അദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത ഒരു കാര്യത്തോടുള്ള ദൃഢനിശ്ചയം തന്നെയാണ്. തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ നിൽക്കുമ്പോൾ തന്നെയും ചേച്ചിയുടെ അവിടെ ഒരു ബാഡ്ജ് കുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ബാഡ്ജിൻ്റെ പിന്നിൽ? ഇത് നമ്മുടെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളോടുള്ള ഒരു ഐക്യദാർഢ്യമാണ്. അവരെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന ഒരു പ്രോജക്റ്റാണിത്. നമ്മുടെ ഇടത് നെഞ്ചിൽ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് അവരെയും വെക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് എല്ലാവരും പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയെല്ലാം അവരവരുടെ വസ്ത്രത്തിൻ്റെ നമ്മുടെ ഈ ഇടത് നെഞ്ചിൽ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് അവരെയും കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ ഇത് കുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്നോട് ഇവിടുത്തെ ഇസ്രായേലികളായിട്ടുള്ള ഒരാൾക്കാർ ചോദിക്കും, നിനക്ക് പേടിയില്ലേ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് പേടിയില്ല? ഞാൻ പറഞ്ഞു, എന്തിനു പേടിക്കണം? മൈ ഹാർട്ട് ഈസ് ഓൾവേസ് വിത്ത് ഇസ്രായേൽ. എനിക്കത് പറയാൻ ഒരു നാണക്കേടും ഇല്ല, എനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ ഇപ്പോൾ ഒരു എംബസിയിൽ നമുക്ക് ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട്. അവിടെയൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ നമ്മളുടെ ആൾക്കാർ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഒക്കെ ഇടയിലാണ് ഞാൻ പോകാറുള്ളത്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാനിത് എവിടെ പോയാലും പബ്ലിക്കിൽ പോയാലും ഞാൻ ഈ ബാഡ്ജ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളുടെ ഹൃദയം അവരോടൊപ്പം ആണ്, നമ്മളൊക്കെ അവരോടൊപ്പം ആണെന്നുള്ളത് ഒന്ന് കാണിക്കുമ്പോഴെങ്കിലും അവർക്ക് ഉണ്ടാകാവുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി, അത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ജോലി ചെയ്യുന്ന വില്ലേജിന്റെ ഉള്ളിലെ ഒരു സ്റ്റാഫിന്റെ ഇരട്ട സഹോദരന്മാരുണ്ട്. ഈ 55 ബന്ദികളിൽ 2 പേര് ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഇരട്ട സഹോദരന്മാരാണ്. അപ്പോൾ ആ കുടുംബമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. ഈ സംഭവത്തിന് ശേഷം ആ ബ്രദർ ഇതുവരെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല ഇത്രയും നാളായിട്ടും. കാരണം അവരുടെ ഫാദർ അതോടുകൂടി ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി. അപ്പോൾ ആ ഫാദറിനെ ടേക്ക് കെയർ ചെയ്ത് ഈ മൂത്ത സഹോദരൻ വീട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്, അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അവരുടെ വീടുകളിൽ പോയി അവരോടൊപ്പം ഞങ്ങൾ ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം നമ്മൾ ഈ ഒരു ബാഡ്ജ് കുത്തി പോകുമ്പോഴത്തേക്കും മറ്റുള്ള, ഇപ്പം എന്നെപ്പോലെ, ഇപ്പം ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, മറ്റുള്ള രാജ്യങ്ങൾ പോലും ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്നുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഫീല്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം, ആ ഒരു രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്, ഇവിടെയുള്ള മറ്റുള്ള ആളുകളാണെങ്കിലും. തീർച്ചയായിട്ടും. എന്തായാലും ബന്ദികളുടെ മോചനം, അതാണ് ഓരോ ഇസ്രായേൽക്കാരും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ഇസ്രായേലിലെ ഒരു പുതിയ എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി പറയുകയാണ് ചേച്ചിയോട്. എന്തായാലും ഞങ്ങളെല്ലാവരും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. സേഫായിട്ടിരിക്കുക. എല്ലാ പ്രാർത്ഥനയും നേരിടും. നന്ദി. താങ്ക് യു.